KL71 ക്യാബ്സ് നമ്മളെ നാടിന്റെ പേരും വെച്ച് ചെക്കന്മാരെ പരിപാടി ഉണ്ടോ ബ്രോ? എന്തെങ്കിലും പരിപാടി ബാഗ് പിടിച്ചിരിക്കണേ? നമ്മളിപ്പോ സ്കൂൾ തുറക്കുന്ന സമയമല്ലേ, ഒരുപാട് കുട്ടികൾക്ക് ഈ ബാഗും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ അതിലൊരു 10-50 കുട്ടികൾ നമ്മളെ ഇതില് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ ക്യാബ്71 എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു 3 വർഷമായിട്ട് നടന്നു വരികയാണ് ഈ ചാരിറ്റി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ അതിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിൽ ബാഗ് കിറ്റാനോ കൊടുക്കും, പെരുന്നാളുടെ സമയത്ത് പെരുന്നാൾ, പിന്നെ ബാക്കിയുള്ള മാസങ്ങളിൽ സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തിനുള്ള മരുന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അതിൽ 500 മെമ്പർമാരുണ്ട് കേട്ടോ നമ്മൾ ഈ ക്യാബ്71 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ. അപ്പൊ അതിൽ നിന്ന് എല്ലാവരും കൂടെ സ്വരൂപിച്ചെടുത്തിട്ടുള്ള ഒരു എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം. ഇതില് കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്, കൊട, നോട്ട്ബുക്ക്, പിന്നെ വാട്ടർ ബോട്ടിൽ, എല്ലാ സംഭവം ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് രോഗികളൊക്കെ കൊച്ചിയിൽ വരാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ കാര്യങ്ങൾ, ബ്ലഡ് അത്യാവശ്യങ്ങളില്ല എന്ത് കാര്യം, ബ്ലഡ് എന്നല്ല അവർക്ക് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും. നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മള് ഒന്നല്ലെങ്കിൽ കുറെ ആളുകൾ റെന്റിനെടുത്ത് ഓടുന്ന ആളുകളാണ്, പിന്നെ ടാക്സി ഓടിക്കുന്നവര് സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ ഒരു പരിമിതിക്കുള്ളതിന് പറ്റാവുന്ന സകല കാര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിലൊന്നും ഒരു മടിയില്ല, അതും മനസ്സറിഞ്ഞ് ചെയ്തോളാം, ഒന്നും പ്രതീക്ഷിക്കാണ്ടല്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതിലുള്ള ഒരു 2-3 പേര് കൂടിയാണ്ട് ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ഫാർമസി പോലൊരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് ആവശ്യമുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അതിന് പറ്റുന്ന രീതിയിൽ അതിന് ചെയ്യാനുള്ള ഇതുണ്ട്. അതെവിടെ സ്ഥാപനം? അതുപോലെ നമ്മൾ ഈ PG ഹോസ്പിറ്റലിന്റെ നേരെ മുന്നിൽ O2 മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പൊ ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിൽ നിന്ന് ചെറിയൊരു ഫണ്ട് നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കും. അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ സ്ഥാപനത്തിലൂടെ നമ്മൾ മരുന്നുകളും അപ്പൊ അതുകൂടി നിലമ്പൂരുകാരെ നമ്മൾ അറിയിക്കാണ്. ഇത് വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തോളൂ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നമ്മളെ നാടിന്റെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.